ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിനും വലിയ പങ്കുണ്ട്. കഴിഞ്ഞ 10 വർഷം ഇന്ത്യയിൽ ശക്തമായ പ്രതിപക്ഷം ഉണ്ടായിരുന്നില്ല. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ശക്തമായൊരു പ്രതിപക്ഷത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്തു എന്നതാണ്. പ്രൈം മിനിസ്റ്റർ ഇൻ വെയിറ്റിംഗ് എന്നൊരു പ്രയോഗമുണ്ട്. പ്രതിപക്ഷ നേതാവിനെയാണ് ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി പദവിയിലേക്ക് എത്താനുള്ള അടുത്തയാളെന്ന സങ്കല്പത്തിലാണ് പ്രൈം മിനിസ്റ്റർ ഇൻ വെയിറ്റിംഗ് എന്ന് പ്രതിപക്ഷ നേതാവിനെ വിശേഷിപ്പിക്കുന്നത്. കഴിഞ്ഞ 10 വർഷം ഇന്ത്യയിലെ ജനാധിപത്യം പ്രതിസന്ധിയിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ശക്തമായൊരു പ്രതിപക്ഷത്തിന്റെ അഭാവം തന്നെ. സഭയിലെ 10% അംഗങ്ങളുള്ള പാർട്ടിക്കാണ് പ്രതിപക്ഷ നേതാവ് സ്ഥാനം ലഭിക്കുക. കഴിഞ്ഞ 2 സഭകളിലും ഒരു പ്രതിപക്ഷ പാർട്ടിക്കും 10% അംഗങ്ങൾ ഉണ്ടായിരുന്നില്ല. നിലവിൽ പ്രതിപക്ഷം അതിശക്തമാണ്. തിരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ മുന്നണിയുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. സർക്കാർ ഉണ്ടാക്കാമായിരുന്നുവെങ്കിലും ഇന്ത്യ മുന്നണി പ്രതിപക്ഷത്തിരിക്കാനാണ് തീരുമാനിച്ചത്. വലിയ പ്രതിരോധത്തിലാണ് ഭരണപക്ഷം. സഖ്യകക്ഷികളുടെ കാരുണ്യത്തിലാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 10 വർഷവും അങ്ങനെയായിരുന്നില്ല. അതിൻ്റെ ബാക്കി പത്രമായിരുന്നു മോദി സർക്കാരും മോദി ഗ്യാരണ്ടിയും എല്ലാം. ഇപ്പോൾ എല്ലാം തകിടം മറിഞ്ഞിരിക്കുന്നു. രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവാക്കുന്നതിൽ ഇന്ത്യ മുന്നണിയിലും എതിരഭിപ്രായമില്ല. ശക്തമായ പ്രതിപക്ഷ നേതാവും വന്നാൽ പാർലമെന്റ് വിറയ്ക്കും. പ്രതിപക്ഷ നേതാവിന് ക്യാബിനറ്റ് റാങ്കാണ്, അതായത് പ്രധാനമന്ത്രിക്ക് സമാനമായ റോൾ. അതിനാൽ സഭയിൽ പ്രധാനമന്ത്രിക്ക് നൽകുന്ന അതേ പരിഗണന പ്രതിപക്ഷ നേതാവിന് നൽകണം. സഭയിൽ എപ്പോൾ വേണമെങ്കിലും പ്രതിപക്ഷ നേതാവിന് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാം. അതിനുള്ള സമയം സഭാനാഥനായ സ്പീക്കർ അനുവദിക്കാറുണ്ട്. രാജ്യത്തെ ഏത് വിഷയം വേണമെങ്കിലും മുൻകൂട്ടി നോട്ടീസ് നൽകാതെ സഭയിൽ പ്രതിപക്ഷ നേതാവിന് ഉന്നയിക്കാം. ചുരുക്കത്തിൽ വരുന്ന തിങ്കളാഴ്ച 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം ആരംഭിക്കുമ്പോൾ ഇക്കഴിഞ്ഞ 10 വർഷവും കണ്ടിട്ടില്ലാത്ത വിധം സംഭവബഹുലമായിരിക്കും സഭ. അതായത് പ്രതിപക്ഷ നേതാവും ശക്തമായ പ്രതിപക്ഷവുമുള്ള സഭ.